അങ്ങനെ ആ കുട്ടി എംപ്ലോയ്മെന്റ് ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് ഇറങ്ങി. അപ്പോൾ ഈ കുട്ടിക്ക് ജോലി കിട്ടും എന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു. കാരണം അവിടെ നിന്ന് ആ കുട്ടിയെ പരിഹസിച്ച് ഇറക്കി ഇട്ട സമയത്ത് പിന്നെ ആ കുട്ടി എൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് അവർ ജോലി തരും എന്ന് പറഞ്ഞു. പിന്നെ വിളിച്ചിട്ട് പിന്നെ റിട്ടേൺ തിരിച്ച് ആ കുട്ടിയെ വിളിച്ചത്രേ. എന്നിട്ട് ആ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ചു. എന്ത് തൊഴിൽ ചെയ്യാനാണ് നിനക്കിഷ്ടം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി എന്ത് തൊഴിൽ വേണമെങ്കിലും ചെയ്തോളും എന്ന് അഭിമാനത്തോടു കൂടെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ആ കുട്ടിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു വാഹനം എന്ന് ഞാൻ എന്നോട് പറഞ്ഞിരുന്നു. ഒരുപാട് ഇഷ്ടമായിരുന്നു ആ കുട്ടിക്ക്, വാഹനത്തോട് ഒരുപാട് ഇഷ്ടമായിരുന്നു. കാരണം ആ കുട്ടിയുടെ ഇഷ്ടവാഹനം ഏതാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ആ കുട്ടി എന്നോട് പറഞ്ഞത് ബസ്, കാർ. ബസ്സാണ് ആ കുട്ടിയുടെ മൈൻഡിൽ. എന്ത് ജോലി വേണമെങ്കിലും ആ കുട്ടി ചെയ്യും. ഒരു ദിവസം ഞാൻ ആ കുട്ടിയെ ഇങ്ങനെ ഫോണ് നോക്കിക്കൊണ്ട് ഇരിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ സ്റ്റോറി വായിക്കുകയുണ്ടായി. ആ കുട്ടി അതില് ബസ്സിനെ കുറിച്ച് ഉള്ള സ്റ്റോറികളും കാര്യങ്ങളും ഒക്കെയാണ് ആ കുട്ടി അതിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ ഈ കുട്ടിയുടെ പാരൻസിന്റെ മനസ്സിൽ ഈ കുട്ടി എന്താ പറയാ, ഒന്നിനും കഴിയില്ല എന്ന് ഈ കുട്ടിയുടെ പാരൻസിന്റെ മനസ്സിൽ ഒന്നിനും ഈ കുട്ടിക്ക് കഴിയില്ല എന്നുള്ള ഒരു ചിന്തയാണ്. അപ്പൊ ആ കുട്ടി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എനിക്ക് ഈ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും ഞാൻ ചെയ്യും, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ ആശ്വസിപ്പിച്ചു. അപ്പം നിങ്ങൾ ആ വാക്ക് എങ്കിലും നിങ്ങൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ കുട്ടി വളരെ സന്തോഷത്തോടു കൂടെ ആ കുട്ടി ഇന്ന് ഇരിക്കുന്നുണ്ട്. പിന്നെ ആ കുട്ടിക്ക് എംപ്ലോയ്മെന്റ് ഓഫീസിൽ നിന്ന് വിളി വന്ന സമയത്ത് ആ കുട്ടി എന്താ പറയാ, ഒരുപാട് എന്തെങ്കിലും പോസ്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകൾ വന്നു. വീണ്ടും ആ കുട്ടി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് മാം എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ സമയത്ത് ഈ കുട്ടിയുടെ മനസ്സിൽ ഈ കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല എന്ന് പറയാനുള്ള കാരണം, ഈ കുട്ടി ഒന്നാമത്തത് കേൾവി ശക്തി നഷ്ടപ്പെട്ടൊരു കുട്ടിയാണ്. ഈ കുട്ടിയുടെ
കേൾവി ശക്തി നഷ്ടപ്പെട്ട ഒരു കുട്ടിയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഈ കുട്ടിയുടെ ചെവിയിൽ ഒരു ചെവി കേൾക്കാൻ വേണ്ടിയിട്ട് ഒരു ചെവിയുടെ രൂപത്തിൽ ഒരു മെഷീന് വെച്ചു കൊടുത്തിട്ടുണ്ട്. ആ മെഷീന് എടുത്തു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് പുറത്ത് നടക്കുന്നൊന്നും അറിയില്ല. ഉള്ളിലേക്കാണ് ഈ കുട്ടിയുടെ തലക്ക് സർജറി ചെയ്ത് ഈ കുട്ടിയുടെ തലന്റെ ഒരു ഭാഗം ഒരു ഭാഗം ഇതാക്കിയെടുത്തിട്ടാണ് കീറിയെടുത്തിട്ടാണ് ഈ മെഷീൻ അതിൻ്റെ ഉള്ളിൽ വെച്ചത്. ഈ കുട്ടി മരണപ്പെട്ടാൽ പോലും ഈ കുട്ടി അടക്കിയ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരെ ഇതിൻ്റെ ശബ്ദം ആ സാധനം എടുത്തു മാറ്റിയിട്ടില്ലെങ്കിൽ ഈ കുട്ടി മരണപ്പെടുന്ന സമയം വരെ ഈ കുട്ടിയുടെ ഇതിലത് വേണം. എടുത്ത് വെച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ അടിക്കും. ആ കുട്ടിയുടെ ഇതിലൂടെ നമുക്ക് ഹെയർ അടിക്കും. എവിടെ നിന്നായാലും ആ കുട്ടിയുടെ ശബ്ദം. അപ്പം ഈ കുട്ടി നല്ല ആക്റ്റീവായ ഒരു കുട്ടിയാണ്. എവിടെ ചെന്ന് കഴിഞ്ഞാലും ഭയങ്കര എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ആക്റ്റീവായ ഒരു കുട്ടിയാണ്. അപ്പം എന്ത് ചെയ്യണം എന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, നീ പഠിക്കുക, നിനക്ക് ഇഷ്ടമുള്ള മേഖല നീ തിരഞ്ഞെടുത്ത് നീ പഠിക്കുക. ഇപ്പം നിനക്കിഷ്ടം വാഹനത്തോടാണെങ്കിൽ നീ ആ വാഹനം ഓടിക്കുക. നിനക്ക് എന്താണോ ഇഷ്ടം അതിലേക്ക് നീ പ്രോസസ് ചെയ്യുക. അങ്ങനെ ഈ കുട്ടി ഒരു ദിവസം പറഞ്ഞു. കാരണം ഈ കുട്ടിയുടെ ജീവിതത്തിൽ എന്താ പറയാ, ഈ കുട്ടി പിന്നീട് ഞാൻ പഠിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയാനുള്ള കാരണം ആ കുട്ടിക്ക് കേൾവി ശക്തി ഈ ഒരു ഇതുകൊണ്ട് ആളുകളെ കളിയാക്കുന്ന ഒരു ഇതിലേക്ക് വരും എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ ആ കുട്ടി ഒരു ചിത്രം വരച്ചു. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ഞാനിപ്പോൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ എന്നെ ആളുകൾ കളിയാക്കൂലേ. ഞാൻ പുറത്തിറങ്ങി ഞാനിപ്പോൾ എന്തൊരു മേഖലയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും എന്നെ ആളുകൾ കളിയാക്കില്ലേ എന്നുള്ള ആ ഒരു ചിന്ത ഈ കുട്ടിയുടെ മനസ്സിൽ വന്നുകൂടി. ഒരുപാട് പ്രയാസങ്ങൾ ആ കുട്ടി അനുഭവിക്കേണ്ടി വന്നു. വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു മോനാണ്. ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയാണ്. കാരണം നല്ല ഒരു എന്താ പറയാ, എല്ലാ കാര്യത്തിലും നല്ല ആക്റ്റീവായിട്ടുള്ളൊരു മോനാണ്. കാരണം എന്താ പറയാ, ലൈഫിൽ എന്താവണം, ഞാൻ എന്തായിത്തീരും എന്ന് നല്ല ചിന്തിക്കുന്ന ആ കുട്ടിയുടെ സ്റ്റോറി, ആ കുട്ടി ഓരോ ഭാഗം സ്റ്റാറ്റസിലൊന്നൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിപ്പോകും. ഓരോ കാര്യങ്ങളും കുട്ടി മനസ്സിൽ കരുതിയിട്ടാണ് ആ കുട്ടി സ്റ്റാറ്റസിൽ ഒരുപാട്
പിന്നെ ഞാൻ തന്നെ അതിന് ലൈക്കൊക്കെ കൊടുക്കാറുണ്ട് ഒരുപാട്. കാരണം ആ കുട്ടിയുടെ ഫാഷൻ വാഹാണ്. ജീവിതത്തിൽ വിജയിക്കണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു കുട്ടിയാണ്. ഒരുപാട് സ്വപ്നങ്ങളിലെ കൂടെ സഞ്ചരിക്കുന്ന ഒരു മോനാണ്. കാരണം എന്താ പറയാ, ഒരുപാട് സ്വപ്നം കാണുകയും എനിക്കിതാവണം, എനിക്ക് ഉയരണം, ഞാനൊരു കേൾവി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് ആ കുട്ടിയുടെ മനസ്സിൽ തോന്നലുണ്ടാക്കരുത്. ഇത് നോർമൽ പേഴ്സൺ. ഞാനെന്നൊക്കെ പറഞ്ഞു കൊടുത്തു, ഇത് നോർമലാണ്, ഒരു കുഴപ്പവും ഇല്ല എനിക്ക് എന്ന് പറഞ്ഞ സമയത്ത് ആ കുട്ടി വളരെ സങ്കടത്തോടുകൂടി ഇതേപോലെയല്ല എന്നെ കാണുന്ന ആളുകൾ ഇതേപോലെയല്ല എന്നോട് പെരുമാറുന്നത് മാം. എന്നോട് പെരുമാറുന്നത് എന്താ പറയാ, നീ ഒരു കേൾവി ശക്തി ഇല്ലാത്ത ആളല്ലേ, നീ ഈ ഹെയർ ബഡ്സും വെച്ചിട്ടല്ലേ നടക്കുന്നത്, അപ്പൊ നിനക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരു മുൻഗണന ഉണ്ടാവില്ല എന്ന്. എവിടെ ചെന്നാലും ഇങ്ങനെയുള്ള ആളുകൾക്ക് എവിടെ ചെന്നാലും അത് നിങ്ങളുടെ തെറ്റാണ്. അത് നിങ്ങളുടെ തെറ്റാണ്. കാരണം ഞാൻ ആ കുട്ടീനോട് പറഞ്ഞു, അത് നിന്റെ തെറ്റാണ്. എവിടെ ചെന്നാലും എന്നെ മാറ്റി നിർത്തുക എന്നുള്ള ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് പോണം. ആ ഒരു ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് പോണം എന്ന് പറഞ്ഞപ്പോൾ, ഇനി മാം ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞ സമയത്ത് ഞാനങ്ങനെ പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി ഇപ്പോഴാ കുട്ടി ഒരുപാട് സ്വപ്നം കാണാൻ തുടങ്ങി. ഞാനൊരു ജോലി നേടി എൻ്റെ പാരൻസിനെ എനിക്ക് നോക്കണം, എനിക്ക് എൻ്റെ പാരൻസിനെ എനിക്ക് നോക്കണം. കാരണം ആ ആളുടെ പാരന്റ് ഒരു പല രോഗങ്ങളിലൂടെയും കടന്നു പോകുന്ന ഒരാളാണ്. പക്ഷെ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു ചിന്ത, ഈ ഒരു കുറവുകൾ ഉള്ള ഒരു കുട്ടിയെ കാണുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കാരണം ആ വ്യക്തിക്കൊരു കുറവില്ല, സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരിക്കലും ആ കുട്ടിയെ നാലാൾക്ക് മുന്നിൽ തള്ളി പറയരുത്. ആ കുട്ടിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ കുട്ടിയുടെ പാരൻസിനെ നല്ലോണം നോക്കണം. ആ കുട്ടി ഒരുപാട്, പിന്നെ ഈ കുട്ടി എന്ത് എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ പാരൻസിനെ നോക്കണം എന്നാണ് ആ എംപ്ലോയ്മെന്റ് ആ ആളുകളോട് പറഞ്ഞത്. വീണ്ടും നിരാശപ്പെടുത്തണ്ടേ എന്ന് കരുതി ഞങ്ങൾ ജോലിയുണ്ട് എങ്കിൽ വിളിക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും ഒക്കെ കൊടുത്തു. ആ കുട്ടിക്ക് പിന്നീട് ഒരു പ്രതീക്ഷയായി. ഞങ്ങളൊരു നോർമൽ പേഴ്സൺ ആണ് എന്ന് പറയാൻ എന്തിനു മടിക്കണം? എന്തിനാണ് മടിക്കുന്നത്?
ഞാനൊരു നോർമലാണ്, എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് പറയാൻ, അല്ലെങ്കിൽ എൻ്റെ മകന് ഒരു കുഴപ്പവുമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് മടി? നിങ്ങൾക്ക് ഈ ഇങ്ങനെയുള്ള ആളുകൾക്കും സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങള് നമ്മളായ പാരൻസാണ് അത് പരിഹരിച്ചു കൊടുക്കേണ്ടത്. ഞാൻ ആ പാരൻസിനോട് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ആ പാരൻസ് തന്നെ ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ മറവിട്ട് കിടക്കുന്ന സ്ഥലത്ത് എൻ്റെ മകൻ വരും. കാരണം അത്രയും ഈ കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ പാരൻസ് സാധിപ്പിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു, എല്ലാ ആഗ്രഹത്തിൻ്റെ കൂട്ടത്തിലും ഈ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം. കാരണം ഒരുപാട് സ്വപ്നങ്ങൾ ഉള്ള ഒരു കുട്ടിയാണിത്. കാരണം ആ കുട്ടിയുടെ മുഖത്ത് നോക്കി തന്നെ അത് നമുക്ക് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. കാരണം ഇപ്പം അടുത്ത് ഒരാളെ ആ കുട്ടി കാണാൻ പോയി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഈ കുട്ടി വളരെ വലിയ വലിയ ആളുകളുമായിട്ടാണ് സൗഹൃദം ഉള്ളത്. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്തു, ആ ഒരു പാർട്ടി നേതാവാണത്. പക്ഷേ ഈ ഒരു വ്യക്തി ആ പാരൻസിന്റെ സപ്പോർട്ടോടുകൂടെ തന്നെ ഈ മകൻ ഉമ്മയും കൂട്ടി ആ നേതാവിനെ കാണാൻ പോയി. എന്നിട്ട് ഞാൻ ആ സ്റ്റോറി കാണുന്നുണ്ട്. ഒരുപാട് സന്തോഷം എനിക്ക് ജീവിതത്തിലുണ്ടായി. ഒരുപാട് ഹാപ്പിനെസ്. നമ്മളുടെ മക്കളുടെ എല്ലാ ആഗ്രഹങ്ങളും പാരൻസായി നിങ്ങളാണ് സാധിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും അവനെ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ നിങ്ങൾ പോകരുത്. അവനും സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്, ആഗ്രഹങ്ങൾ ഒരുപാടുള്ള കുട്ടിയാണ്. അപ്പം ആ ആഗ്രഹത്തിനോടൊപ്പം നമ്മളും യാത്ര ചെയ്യുക. നിങ്ങളായ അവൻ്റെ പാരൻസായ നിങ്ങളും യാത്ര ചെയ്യാം. അപ്പം നെഗറ്റീവിനെ പലരും ഇവനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതിൽ പലരും പലതും പറയും. ആളുകൾ പലതും പറയും. നിങ്ങളുടെ മകനാണ് എന്നുള്ള ഒരു പരിഗണന കുട്ടിക്ക് കൊടുക്കണം. നിങ്ങൾ ജന്മം നൽകിയ, ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസങ്ങൾ സഹിച്ച് ജന്മം നൽകിയ ഒരു കുട്ടിയാണ്. ഈ കുട്ടിക്ക് ഒരിക്കലും നിരാശകൾ നിങ്ങൾ കൊടുക്കാൻ പാടില്ല. നിങ്ങൾ ജന്മം നൽകിയ കുട്ടിയാണ്, അല്ലാതെ എവിടുന്ന് എടുത്തു വളർത്തിയതോ തെരുവിൽ നിന്ന് കിട്ടിയതോ ഒന്നുമല്ല. ആ കുട്ടിക്ക് നിങ്ങൾ ജന്മം നൽകിയതാണ്. കാരണം അപ്പോൾ ആളുകൾ പറയുന്നത് നിങ്ങൾ ചെവിയോർക്കണ്ട. ഇന്ന് ആളുകൾ നിങ്ങളുടെ മകനെ നെഗറ്റീവ് പറയുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളാണ് ശ്രമിക്കേണ്ടത്. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് ഞാൻ
പറഞ്ഞപ്പോൾ ആ ഉമ്മാന്റെ കണ്ണ് അറിയാതെ നിറഞ്ഞുപോയി. ഒരുപാട്. പിന്നെ ആ ഉമ്മ ആ കുട്ടി നല്ല കാര്യങ്ങൾ ആ കുട്ടിയെ പഠിപ്പിച്ചു തുടങ്ങി. ആ ഉമ്മ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവ് ആവാൻ തുടങ്ങി. ആ കുട്ടിക്ക് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളിലൂടെ ആ കുട്ടി സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴും അവിടെ നിരാശകള് ഒരിക്കലും ആ കുട്ടിയെ, കാരണം നെഗറ്റീവ്സ് പറയാൻ ഒരുപാട് ആളുകളുണ്ടാവും. അപ്പം നെഗറ്റീവ്സ് പറയുന്നവരിൽ നിന്ന് ആ കുട്ടിയെ മാറ്റി നിർത്തുക എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പം ആയിക്കോട്ടെ മാം, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ മാസവും ഈ കുട്ടി എൻ്റെ അടുത്ത് വരാൻ തുടങ്ങി. ഒരുപാട് ആഗ്രഹങ്ങൾ ആ കുട്ടി പറഞ്ഞു തുടങ്ങി. എന്തിനും മടിക്കണം, ഇങ്ങനെയുള്ളൊരു കുട്ടിയുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ ആ കുട്ടിയെ സമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവന്ന് ആ കുട്ടിയുടെ സ്വപ്നങ്ങള് സാധിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആളുകൾ പലതും പറയും, പക്ഷേ ആ പലതും പറയുന്നിടത്തുനിന്ന് നല്ലത് പറയാനും ആളുകൾ ഉയർന്നു വരുമ്പോൾ ആളുകൾ എന്താ പറയാ, ഞങ്ങൾ വിചാരിച്ചിട്ടില്ല കേട്ടോ ഈ കുട്ടി ഉയരങ്ങളിലേക്ക് എത്തുന്നു, ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്ന് ഈ കളിയാക്കിയവർ തന്നെ നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് തരുന്ന ഒരു സാഹചര്യം വരെ എത്തിവിടും. അവിടെയാണ് നിങ്ങളുടെ വിജയം കിടക്കുന്നത്. അതിലേക്ക് നിങ്ങൾ എത്തിപ്പെടുക എന്ന് ഞാൻ പറഞ്ഞ സമയത്ത് ഒരുപാട് ആ കുട്ടിയുടെ പാരൻസും ആ കുട്ടിയും ഒരുപാട് ഹാപ്പി മൊമെന്റ്സ് ഉള്ളതാണ് എൻ്റെ അടുത്ത് നിന്ന് പോയത്. നമ്മളെ ഒരു കുട്ടിയെ ആശ്വസിപ്പിച്ചാലും ഒരു വ്യക്തിയെ ആശ്വസിപ്പിച്ചാലും നമുക്ക്, കാരണം ആ കുട്ടി നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും. അപ്പം ഞാൻ അങ്ങനെ പറയരുത്. നിങ്ങളുടെ ഗർഭപാത്രത്തിൽ ഒരു പിതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് കുഞ്ഞു ബീജങ്ങൾ ഉണ്ടായി അത് ഒരു മാതാവിലേക്ക് രൂപം നൽകി. അതിൽ നിന്നാണ്, പിതാവിൻ്റെ ബീജത്തിൽ നിന്നാണ് ഒരു മാതാവിൻ്റെ ബീജത്തിലേക്ക് അത് ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ കഴിയുന്നത്. നമ്മളെയൊക്കെ, ഞാനും നിങ്ങളും ഒക്കെ ജീവിച്ചിരിക്കുന്നത് ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും കരുണ കൊണ്ടാണ്. അല്ലെങ്കിൽ അവർ ഒരു നിമിഷം ചിന്തിച്ച് ഇരുന്നു എങ്കിൽ ഈ കുട്ടിയെ അബോർഷൻ ചെയ്ത് കളഞ്ഞാൽ മതി, ഈ കുട്ടി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഈ ഒരു നിമിഷം തീരും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതം, അല്ലേ എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തപ്പോൾ
ഒരുപാട് സങ്കടത്തോടു കൂടെ ആ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരിക്കലും ഞാൻ ഇനി അങ്ങനെ പറയില്ല മാം എന്ന് പറഞ്ഞ സമയത്ത്, കാരണം ഒരുപാട് സന്തോഷം ഉണ്ട്. ആ കുട്ടി അംഗീകരിച്ചു തുടങ്ങി. ഇവർ അംഗീകരിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി.